IPL പണക്കാർ ഇവരാണ്. IPL 18ാം സീസണിൽ കൊടി കയറുമ്പോൾ IPL നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയ ടോപ്പ് 5 5 അവിടെ നിൽക്കട്ടെ. നമുക്ക് 4ാമനിൽ തുടങ്ങാം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിശ്വസ്തൻ, ഗുജറാത്ത് ലയൺസ്, കൊച്ചി ടസ്കേഴ്സ്, കേരള തുടങ്ങിയ ടീമുകളുടെ ഭാഗമായ താരം. ബാറ്റിംഗിലും ബൗളിംഗിലും ഫീൽഡിംഗിലും വജ്രായുധം ജഡേജ 143.01 കോടിയോടുകൂടിയാണ് IPL പണം വാരിയ ആളുകളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്ത് ജഡേജ എത്തുന്നത്. ഇനി 3ാമൻ. IPL ചരിത്രത്തിൽ എല്ലാ ടീമുകളോടും ഒരു താരത്തെ സ്വന്തം ക്യാമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടേട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ താരത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ, ലോക ക്രിക്കറ്റിന്റെ 7ാം നമ്പറുകാരൻ സാക്ഷാൽ MS ധോണി. 192.08 കോടിയോടുകൂടിയാണ് 3ാമനായിട്ട് ധോണി എത്തുന്നത്. അത് മാത്രമല്ല, ഈ തവണ അൺക്യാപ്ഡ് താരമായിട്ട് ധോണി വലിയ രീതിയിൽ സാലറി കുറച്ചിരുന്നു. അല്ലെങ്കിൽ ടോപ്പ് 2ൽ ഉറപ്പായിട്ടും കണ്ടേനെ. 2ാമനെ കുറിച്ച് പറയുമ്പോൾ 12 ലക്ഷം രൂപയ്ക്ക് 3 വർഷം ഒരു ടീമിന്റെ ഭാഗമായി കളിച്ചിരുന്ന താരം. അവിടെ നിന്ന് ഈ ഒരു രീതിയിൽ വളരണമെങ്കിൽ അയാൾ ക്രിക്കറ്റിലെ ഒരേ ഒരു രാജാവാണ്, കിരീടങ്ങളില്ലാത്ത രാജാവ്, വിരാട് കോഹ്ലി. 209.02 കോടിയാണ് ഈ 18 വർഷം കൊണ്ട് വിരാട് കോഹ്ലി പോക്കറ്റിലാക്കിയത്. ഇനി 1ാമൻ. IPL ഇതുവരെ 53 താരങ്ങൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. 17 താരങ്ങൾ ഫൈനൽ മാച്ചുകളിൽ മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുണ്ട്. 19 പേർ ഹാട്രിക് നേടിയിട്ടുണ്ട്. 8 പേർ 250 മുകളിൽ സിക്സുകൾ നേടിയിട്ടുണ്ട്. 4 പേർ 6500 മുകളിൽ റൺസ് നേടിയിട്ടുണ്ട്. 8 ക്യാപ്റ്റന്മാർ IPL കിരീടത്തിൽ മുത്തമിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരാളിലുണ്ടെങ്കിൽ ആ ഒരാളുടെ പേരാണ് സാക്ഷാൽ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ. 210.09 കോടിയോടുകൂടിയാണ് രോഹിത് ശർമ്മ 1ാമതായി എത്തുന്നത്. അതായത് കോഹ്ലിയേക്കാൾ ജസ്റ്റ് ഒരൊറ്റ കോടി രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ. ഇനി 5ാമനിലേക്ക് കിടക്കുകയാണ്. 5ാമൻ ഒരു വിദേശ താരമാണെന്ന് ആരാണെന്ന് മനസ്സിലായി. പക്ഷെ 6ാമത് പന്താണ്, 7ാമത് KL രാഹുലാണ്, 8ാമത് AB de Villiers ആണ്. അപ്പൊ 5ാമത് ആരായിരിക്കും? ഒരു വിദേശ താരമാണ്, ഒരു സൂപ്പർ താരമാണ്, ഒരു ടീമിന്റെ ഭാഗമായി കുറേ കാലങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. 5ാമൻ ആരാണെന്ന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണേ.